പണ്ടൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ആമയും ഒരു മുയലും. ആമയ്ക്ക് വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ മുയലിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുയൽ ആമയുടെ മെല്ലെ പോക്കിനെ പരിഹസിക്കുക പതിവായിരുന്നു. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടിയ സമയത്ത് ആമയെ പരിഹസിക്കുന്നതിനായി മുയൽ ചോദിച്ചു, സുഹൃത്തെ, നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ? തന്നെ പരിഹസിക്കാനാണ് മുയൽ ഇത് ചോദിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടും ആമ പറഞ്ഞു. തീർച്ചയായും ഞാൻ തയ്യാറാണ്. നമുക്ക് ഓട്ട മത്സരം നടത്താം. ആമ അത് നിരസിക്കും എന്ന് കരുതിയ മുയലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ മറുപടി. മറ്റു മൃഗങ്ങളും അത്ഭുതപ്പെട്ടു. ഒടുവിൽ ഓട്ട മത്സരം നടത്താൻ തന്നെ തീരുമാനിച്ചു. മത്സരം തുടങ്ങേണ്ട മണി മുഴങ്ങിയതും മുയൽ വളരെ വേഗം ഓടാൻ തുടങ്ങി. ആമ തന്നെ കൊണ്ട് പറ്റുന്ന വേഗത്തിൽ ഇഴയാനും തുടങ്ങി. ഓടി പകുതിയോളം ദൂരം എത്തിയപ്പോൾ മുയലിന് നല്ല ക്ഷീണം തോന്നി. അവൻ തിരിഞ്ഞു നോക്കി. ആമയെ ആ പരിസരത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും ആമ ഇഴഞ്ഞ് ഇവിടെ എത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. കുറച്ചു നേരം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അല്പം ക്ഷീണം മാറ്റിയിട്ട് പോകാം എന്നും പറഞ്ഞ് മുയൽ അടുത്തു കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. എന്നാൽ ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോയി. ഈ സമയത്തും ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്ന ആമ മുയൽ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ടും അവൻ ക്ഷീണം ഒന്നും വകവയ്ക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന മുയൽ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആമയെ കണ്ടില്ല. ആമ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് കരുതി മുയൽ വീണ്ടും ഓട്ടം തുടങ്ങി. ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയ മുയലിനെ അവിടെ കണ്ട കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞു. ആമ അതാ തനിക്ക് മുൻപേ എത്തിയിരിക്കുന്നു. ഇത് കണ്ട മുയൽ നാണിച്ചു തല താഴ്ത്തി. ആമ തന്റെ സുഹൃത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നമ്മൾ ആരെയും പരിഹസിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. ഇത് കേട്ട മുയലിന് തന്റെ തെറ്റു മനസ്സിലായി. അവൻ ആമയോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാലം അവർ നല്ല സുഹൃത്തുക്കളായി ഒരു കാട്ടിൽ കഴിഞ്ഞു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.